ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൽജീവൻ മിഷനിലും അംഗൻവാടിയിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 755 രൂപ നിരക്കിൽ ജോലി ചെയ്യുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ജൂലൈ 1 50 വയസ്സ് കവിയരുത്. എഴുത്തു പരീക്ഷയുടെയും വൈദഗ്ധ്യ പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 179 ദിവസത്തേക്കുള്ള ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഓൺലൈനായി കോളേജ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ 12-നകം സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള ഓൺലൈൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീസായി 100 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ച ശേഷം പണം അടച്ച വിവരങ്ങൾ കൂടി അപേക്ഷയിൽ നൽകേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 12 വരെയാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി ദിവസവേതനാടിസ്ഥാനത്തിൽ വളണ്ടിയർമാരെ നിയമിക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത്. 755 രൂപയാണ് പ്രതിദിന വേതനം ലഭിക്കുക. ജൂലൈ 12 രാവിലെ 10:30 KRWSA മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും സഹിതം ജൂലൈ 11 രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമായി ഉണ്ടായിരിക്കണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ചക്കുപള്ളം, മണ്ടൻമേട്, ഇരട്ടിയാർ, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ എന്നീ പഞ്ചായത്തുകളിൽ തെറാപ്പി ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി തെറാപ്പിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നിവ ചെയ്യുന്നതിനാണ് ആളെ ആവശ്യമുള്ളത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായി ബയോഡേറ്റ സഹിതം അപേക്ഷിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം ശിശുവികസന പദ്ധതി ഓഫീസർ, ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം, സ്കൂൾ കവല, കട്ടപ്പന 685508. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 15 വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ജ്വാല പദ്ധതിയിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിര താമസക്കാരും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ വുമൺ സ്റ്റഡീസിൽ ഏതിലെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. കൂടാതെ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പ്രവർത്തിച്ച 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 19 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ മീറ്റിംഗ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിന് കീഴിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. ജൂലൈ 11 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്ന വോക്കിൻ ഇൻ്റർവ്യൂ മുഖേനയാണ് നിയമനം ഉണ്ടായിരിക്കുക. നിയമന കാലാവധി 1 വർഷമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് സയൻസ് വിഷയത്തിൽ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM പാസ്സായിരിക്കണം. കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുമ്പ് സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 16 വൈകുന്നേരം 3 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കൽപ്പറ്റ ICDS ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി മാവേലിക്കര വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ സ്ഥാപനങ്ങളിലേക്ക് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികകളിലെ നിയമനത്തിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്.
താല്പര്യമുള്ളവർ ജൂലൈ 12 ഉച്ചയ്ക്ക് 2 മണിക്ക് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് പങ്കെടുക്കണം. യോഗ്യത വരുന്നത് സൈക്യാട്രിസ്റ്റ് പോസ്റ്റിലേക്ക് MBBS TCMC രജിസ്ട്രേഷനും സൈക്യാട്രിയിൽ PG അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil അല്ലെങ്കിൽ PG DCPയും RC രജിസ്ട്രേഷനുമാണ്. സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MPhil അല്ലെങ്കിൽ PG DSW ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.